അമേരിക്ക നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളോട് സഹകരിക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്യുന്ന രാജ്യങ്ങൾക്ക് നേരെ അതിരൂക്ഷമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാന്റെ കടുത്ത മുന്നറിയിപ്പ്. US ഉപരോധത്തിൽ പങ്കാളികളാകുന്ന ഏത് രാജ്യത്തെയും ശത്രു രാജ്യമായി കണക്കാക്കുമെന്നും അവരുടെ സാമ്പത്തിക വാണിജ്യ താൽപര്യങ്ങളെ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണം നടത്തുമെന്നും ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായി വ്യക്തമാക്കി. ഇറാനെതിരെ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രതികരണം. ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള വാണിജ്യ ബന്ധങ്ങൾ തുടരുന്ന രാജ്യങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തങ്ങളുമായി സഹകരിക്കുന്ന അയൽരാജ്യങ്ങളെയും മറ്റ് രാഷ്ട്രങ്ങളെയും അമേരിക്കൻ നീക്കങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആദ്യം നയതന്ത്ര ചർച്ചകൾ നടത്തുമെന്ന് ഇറാൻ വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുടെ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ട് ഉപരോധങ്ങളിൽ പങ്കാളികളായാൽ അത്തരം രാജ്യങ്ങളുടെ എണ്ണക്കപ്പൽ പാതകളും വ്യാപാര താൽപര്യങ്ങളും ആക്രമിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഉപരോധ നീക്കങ്ങൾ രൂക്ഷമായാൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് പൂർണ്ണമായും തടയുമെന്നും ഒരു തുള്ളി എണ്ണ പോലും പുറത്തേക്ക് കയറ്റി അയക്കാൻ അനുവദിക്കില്ലെന്നും ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ആഗോള എണ്ണ വിപണിയെയും സാധന സാമഗ്രികളുടെ വിലക്കയറ്റത്തെയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധങ്ങൾ ഐക്യരാഷ്ട്രസഭയിലെ സ്വതന്ത്ര രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാക്കുന്നതാണ് ഇരു രാജ്യങ്ങളുടെയും പുതിയ നീക്കങ്ങൾ. അമേരിക്കയുടെ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കെതിരെയുമുള്ള ഒരു വലിയ യുദ്ധപ്രഖ്യാപനമാണെന്ന് ഇറാൻ പറയുകയും ചെയ്തു. ശത്രുവിന് മുന്നിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും ശക്തിയും യുക്തിയും ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ പറഞ്ഞു. അതേസമയം അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധത്തിന്റെ വിശദാംശങ്ങൾ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചേക്കും. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത സാമ്പത്തിക നടപടികൾ തന്നെ സ്വീകരിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. യുദ്ധത്തിലൂടെ ആർക്കും ഒന്നും നേടാനില്ലാത്തതിനാലാണ് സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ ഞങ്ങൾ തയ്യാറായത്. ഇറാൻ ആർക്കു മുൻപിലും തലകുനിക്കാൻ തയ്യാറല്ല. ശത്രുക്കളുടെ മുൻപിൽ വിട്ടുവീഴ്ച ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. ശക്തിയും യുക്തിയും ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകും. പെസൻഷ്കിയാനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. എന്തായാലും കാഴ്ചക്കാരായി നിന്ന് അഭിപ്രായം പറയാൻ എളുപ്പമാണെന്നും അഭിപ്രായം പറയുന്നവർ മുന്നോട്ട് വന്ന് സഹായിക്കണമെന്നും മസൂദ് പെസൻഷ്കിയാൻ പറഞ്ഞു. അമേരിക്കയുമായുള്ള സമാധാന ധാരണ തകർന്നതിലാണ് ഇറാൻ പ്രസിഡന്റിന്റെ വിമർശനം എന്നാണ് സൂചന. പരമോന്നത നേതാവിന്റെ അനുമതിയോടെയാണ് ധാരണ ഒപ്പിട്ടതെന്നും ഇറാൻ പ്രസിഡന്റ് പറയുന്നു. നേരത്തെ സമാധാന നീക്കങ്ങൾ ഇറാനിലെ തീവ്ര നിലപാടുള്ള വിഭാഗം നിരന്തരം തടസ്സപ്പെടുത്തിയിരുന്നു. അതേസമയം ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. ചർച്ചകൾക്കായി പാക് സേനാ മേധാവി ഇറാനിലേക്ക് പോകുന്നു എന്നാണ് വിവരം. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.